വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ട് അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു ജാഥ നടത്തി. അതിനെതിരെ ഒരു കർശനമായ നിലപാടെടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ആ സർക്കാർ വലിയ തോതിലൊരു പരാജയമായിരുന്നു എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി. അതിനെതിരെ VS-നെയാണ് യഥാർത്ഥത്തിൽ CPI രംഗത്തിറക്കിയത്. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ വളരെ മനോഹരമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നു. കാരണം ആ ബാലൻസിങ്ങിലാണ് യഥാർത്ഥത്തിൽ UDF ഭരണങ്ങളെല്ലാം നിലനിന്നിരുന്നത്. 70 മുതൽ അച്യുതമേനോൻ്റെ മന്ത്രിസഭ മുതൽ 2011 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ വരെയുള്ള UDF മന്ത്രിസഭകളെല്ലാം തന്നെ ഈ ഒരു ബാലൻസിൽ വളരെ അഗ്രഗണ്യരായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ഈ BJPയുടെ കടന്നുവരവ്, കേരള രാഷ്ട്രീയത്തിലേക്കുള്ള BJPയുടെ കടന്നുവരവും അവർക്ക് സീറ്റുകൾ നേടാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ അവർ വിജയിപ്പിച്ചെടുത്തതും കോൺഗ്രസിനെ ഒന്നും ഉലച്ചിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് 2016-ലും 2021-ലും ഈ ഒരു ഇടതുപക്ഷത്തിനോട് ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൊതുവൊരു ആഭിമുഖ്യം തോന്നി. കാരണം കോൺഗ്രസിന് എത്ര കണ്ട് ഇവരെ BJPയെ ചെറുക്കാൻ കഴിയുന്നുള്ള ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വന്നു. ഇപ്പോൾ 2016 ഇലക്ഷനിലും 2016 ഇലക്ഷനിലേക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ട് അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു ജാഥ നടന്നു. അത് ഉദ്ഘാടനം ചെയ്യാനും അതിൻ്റെ അമിത്ഷായും യോഗി ആദിത്യനാഥ് രണ്ടുപേരും കണ്ണൂരെത്തി. അപ്പോൾ ഈ അതിനെ തടയുന്ന കാര്യത്തിൽ അതിനെതിരെ ഒരു കർശനമായ നിലപാടെടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ആ സർക്കാർ വലിയ തോതിലൊരു പരാജയമായിരുന്നു എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല അതിനെതിരെ VS-നെയാണ് യഥാർത്ഥത്തിൽ CPI രംഗത്തിറക്കിയത്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത ആക്രമണം VS അച്യുതാനന്ദൻ നടത്തി. അതോടുകൂടി തന്നെയാണ് 2016 ഇലക്ഷനിൽ ഈ ഉമ്മൻചാണ്ടി വിചാരിച്ചതിനേക്കാൾ വിരുദ്ധമായി ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ അന്ന് എനിക്കെന്നാ അതായിട്ട് അടുത്തുനിന്ന് എനിക്കറിയാം, ഉമ്മൻചാണ്ടി അപ്പോഴും കരുതിയത് ക്രൈസ്തവ വോട്ടുകൾ തന്നെ കൈവിടില്ല എന്നുള്ളതായിരുന്നു. മുസ്ലിം വോട്ടുകൾ തന്നെ കൈവിടുമെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ തനിക്കെതിരെ പോകില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു 2016 ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ആ ദിവസം വരെ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു സർക്കാരൊക്കെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ബ്ലോക്കായിട്ട് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ആ സർക്കാർ താഴെ പോവുകയും ചെയ്തു.